ചിരിക്കാൻ ലുബ്ധ് കാണിക്കുന്നവരാണ് മലയാളികളെന്നാണ് പൊതുവെ പറയാറുള്ളത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മെ ചിരിപ്പിക്കാൻ അല്പം പാടാണ്. കാരണം ചിരിയുടെ യുക്തിയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള നമ്മൾ പൊട്ടിച്ചിരിക്കുക എന്ന് പറയുന്നത് അപൂർവവുമാണ്. എന്നാൽ മലയാളിയെ തിയേറ്ററിനുള്ളിൽ നിർത്താൻ കഴിയാത്ത പൊട്ടിച്ചിരിയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ട ആളാണ് ഷാഫി എന്ന ചലച്ചിത്രകാരൻ. ദശമൂലം രാമു, കണ്ണൻ ശ്രാങ്ക്, പോഞ്ഞിക്കര, മണവാളൻ, അൽ കമലാസനൻ, രാജാ കണ്ണ് തുടങ്ങിയ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചിരി പൊട്ടാൻ തുടങ്ങും. നമ്മുടെ വിശ്രമവേളകളിൽ, നമ്മുടെ അലസ നിമിഷങ്ങളിൽ, നമ്മുടെ വിഷമാവസ്ഥയിലും വിഷാദത്തിലും നമുക്ക് ആശ്വാസം പകരാനും സന്തോഷം നൽകാനും നമ്മുടെ ഫോണിൽ നാം പലപ്പോഴും തിരയുന്നത് ഇത്തരം കഥാപാത്രങ്ങളുടെ ട്രോളുകളും റീലുകളും ഒക്കെയായിരിക്കും. തൻ്റെ സിനിമയിലൂടെ, തൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ ചിരിയെ ഇത്ര ആയാസരഹിതമാക്കിയ, അനായാസമാക്കിയ മറ്റൊരു ചലച്ചിത്രകാരനുണ്ടോ എന്ന കാര്യം സംശയമാണ്. അവനെ ഉള്ളു തുറന്ന് ചിരിപ്പിച്ച, നിയന്ത്രണമില്ലാതെ പൊട്ടിച്ചിരിപ്പിച്ച, എന്നും ഓർത്തോർത്ത് ചിരിപ്പിച്ച നല്ല ശുദ്ധഹാസ്യ സിനിമകൾ നൽകിയ ചലച്ചിത്രകാരനാണ് പെട്ടെന്ന് വിട പറഞ്ഞു പോയത്. ഷാഫി മലയാള സിനിമയിലെ ശുദ്ധഹാസ്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ്. ഡോക്ടർ ബാലകൃഷ്ണനിലൂടെ തുടങ്ങിയ മുഴുനീള ഹാസ്യ സിനിമകൾ, ഹരിഹരനും പ്രിയദർശനും പിന്നെ സിദ്ദീഖ് ലാലിലൂടെയും റാഫി മെക്കാട്ടിലൂടെയും കടന്ന് അവസാനം എത്തി നിന്നത് ഷാഫിയിലാണ്. സംവിധാനം ചെയ്ത സിനിമകളിൽ 90% ഹിറ്റാക്കിയ മറ്റൊരു സംവിധായകനില്ല ഷാഫിയെപ്പോലെ. റാഫി മെക്കാട്ടിൻ്റെ സഹായിയായി പ്രവർത്തിച്ച ഷാഫി സ്വതന്ത്ര സംവിധായകനായി തൻ്റെ ആദ്യത്തെ സിനിമ വൺ മാൻ ഷോ പുറത്തിറക്കി വൻ വിജയം നേടിയപ്പോൾ അത് റാഫി മെക്കാട്ടിൻ്റെ സ്വാധീനമുള്ള മറ്റൊരു സിനിമയാണെന്നാണ് പ്രേക്ഷകർ കരുതിയത്. എന്നാൽ ഒരു സംവിധായകൻ്റെ മികവ് തിരിച്ചറിയുന്നത് അയാളുടെ രണ്ടാമത്തെ സിനിമയിലൂടെയാണെന്നാണ് പറയാറുള്ളത്. അത് ശരിയെന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു കല്യാണരാമൻ എന്ന മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ തൻ്റെ രണ്ടാമത്തെ സിനിമ ഷാഫി പുറത്തിറങ്ങിയത്. ഒരുപക്ഷെ മലയാളിയെ അക്കാലത്ത് തിയേറ്ററിനുള്ളിൽ ഇത്രയധികം ഉള്ളു തുറന്ന് തലതല്ലി ചിരിപ്പിച്ച മറ്റൊരു സിനിമ ഉണ്ടാവില്ല. ദിലീപും സലീം കുമാറും ഇന്നസെന്റുമെല്ലാം ആ സിനിമയിൽ അഴിഞ്ഞാടിയപ്പോൾ, മലയാളികളെ ആകെ പൊട്ടിച്ചിരിപ്പിച്ചപ്പോൾ, ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയെ അത് മാറിയപ്പോൾ, നിലയ്ക്കാത്ത ചിരിയുടെ ഒരു തരംഗം തന്നെ 1/4 നൂറ്റാണ്ടിന് ശേഷവും ആ സിനിമ സൃഷ്ടിക്കുമ്പോൾ, ഷാഫി എന്ന അതുല്യനായ മികവുറ്റ ഒരു സംവിധായകന്റെ കാഴ്ചക്കാരെ ചിരിപ്പിക്കുന്നതിനുള്ള ആ അപൂർവ സംവിധാന മികവിന് മുമ്പിൽ നാം നമിച്ചു പോകും. ചിരിക്കുക എന്നത് എളുപ്പമാണെങ്കിലും ചിരിപ്പിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാധാരണ പ്രവൃത്തി മാത്രമായിരുന്നു. കല്യാണരാമന് ശേഷവും ഷാഫി പുറത്തിറക്കിയത് നിലയ്ക്കാത്ത പൊട്ടിച്ചിരികളുടെ പൂത്തിരികൾ വിതറിയ സിനിമകളായിരുന്നു. പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, 2 കൺട്രീസ് തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. തിയേറ്ററിനുള്ളിൽ പൊട്ടിച്ചിരികളുടെ ഒരു ആഘോഷകാലമായിരുന്നു അക്കാലം. ഷാഫിയുടെ പല സിനിമകൾ എടുത്തു നോക്കിയാലും അതിൽ പലപ്പോഴും നായകനേക്കാൾ മുമ്പേ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുക ആ സിനിമകളിലെ പല സഹകഥാപാത്രങ്ങളുമായിരിക്കും. ചട്ടമ്പിക്കവലയിലെ ദശമൂലം ദാമുവും, മായാവിയിലെ ആശാനും, കല്യാണരാമയിലെ പോഞ്ഞിക്കരയുമെല്ലാം തന്നെ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത അവരുടെ ചിരിയുടെ ഐക്കണുകളായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ മുഖ്യ കഥാപാത്രങ്ങളുടെ മുകളിൽ ഓർമ്മിക്കപ്പെടുന്ന സഹകഥാപാത്രങ്ങളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച ചില ഡയലോഗുകൾ മലയാള ഭാഷയിൽ ഒരു പുതിയ ശൈലി തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. തളരരുത് രാമൻകുട്ടി എന്നതും ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നതും എല്ലാം ഹുദാദവ, ഇത് എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ തുടങ്ങിയ ഡയലോഗുകളെല്ലാം തന്നെ മലയാളി പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് അത് ഇന്നൊരു ഭാഷാ ശൈലിയായി തന്നെ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. സിറ്റുവേഷണൽ കോമഡിയും സ്ലാപ്സ്റ്റിക് കോമഡിയുമെല്ലാം തൻ്റെ സിനിമകളിൽ കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് മലയാളിക്ക് എക്കാലത്തും അവൻ്റെ ഓരോ കാഴ്ചയും ഒരിക്കലും പറ്റാത്ത ചിരി അനുഭവമാക്കി മാറ്റിയ സിനിമകളാണ് ഷാഫിയുടെ സിനിമകളെല്ലാം തന്നെ. അങ്ങനെ നമ്മെ ചിരിപ്പിച്ചു കൊണ്ടേയിരുന്ന ഒരു മനുഷ്യനാണ് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് നമ്മെ കണ്ണീരാഴ്ത്തിയിരിക്കുന്നത്.
ഈ വിട്ടുപോകൽ അനാഥമാക്കിയ അദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ പോഞ്ഞിക്കരയും മണവാളനും ആശാനും ധർമ്മേന്ദ്രയും ഭാസ്കരനുമെല്ലാം തന്നെ ഇനിയും നമ്മെ ചിരിപ്പിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഇവരെല്ലാം നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് ആശ്വാസം പകരാൻ, നമ്മിലൊരു ചെറു പുഞ്ചിരിയെങ്കിലും ഉണർത്താൻ ഷാഫി നമുക്ക് തന്നേച്ചു പോയ ചിരിപ്പുത്തിരികളാണ്. അതുകൊണ്ട് തന്നെ കാലം കഴിയുമ്പോൾ ഷാഫിയെ പറ്റിയുള്ള ഏത് ഓർമ്മയും ഇവരുടെ ഒരു നിറചിരിയോടുകൂടി മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ. അതിന്റെ കലാകാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സിനിമാ കമ്പത്തിന്റെ പ്രണാമം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.